നാടിന്റെ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ജനങ്ങളുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ച തോമസ് ചാഴികാടൻ എം.പി. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉയർന്ന ചോദ്യങ്ങൾക്ക് നടപ്പാക്കിയ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയായിരുന്നു ചാഴികാടന്റെ മറുപടി. ഭാവി വികസന സ്വപ്നങ്ങളും എം.പി. ജനങ്ങളുമായി പങ്കുവച്ചു. എം.പി. ഫണ്ട് വിനിയോഗം, മണിപ്പൂർ അക്രമം, വിദ്യാഭ്യാസ, വ്യവസായ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഇവയെല്ലാം ഉൾപ്പെട്ടതായിരുന്നു തോമസ് ചാഴികാടന്റെ മുഖാമുഖം പരിപാടിയിൽ ഉയർന്ന ചോദ്യങ്ങൾ. സർ, എനിക്ക് ചോദിക്കാനുള്ളത്, മണിപ്പൂർ കലാപ സമയത്ത് അവിടെ ഓടിയെത്തിയ ജനപ്രതിനിധി അങ്ങായിരുന്നു ആദ്യം ഓടിയെത്തിയത്. അവിടെ കണ്ട കാഴ്ചകൾ ഒന്ന് വിവരിക്കാമോ? ഒന്നിനു പിറകെ ഒന്നായി എത്തിയ ചോദ്യങ്ങൾക്കെല്ലാം അക്കമിട്ട് നിരത്തിയ ഉത്തരങ്ങളുമായി തോമസ് ചാഴികാടൻ എം.പി. അവിടുത്തെ 260-ലധികം ദേവാലയങ്ങൾ കത്തി നശിപ്പിച്ച് വലിയ ദുരന്തമായി മാറുകയായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ 2-3 ദേവാലയങ്ങളിൽ ചെന്നപ്പോൾ അവരൊക്കെ സൂചിപ്പിക്കുകയായിരുന്നു, ആ കലാപം തുടങ്ങിയ 1, 2, 3 ദിവസങ്ങളിലെല്ലാം അവിടുത്തെ ഈ ദേവാലയങ്ങളിലേക്ക് 3000-വും 4000-വും ആളുകൾ വന്ന് ആ ദേവാലയങ്ങൾ അടിച്ചു തകർത്ത് ആ ദേവാലയങ്ങൾക്കുള്ളിലേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുവന്ന് ആ ഗ്യാസ് സിലിണ്ടറുകൾ തുറന്നു വെച്ച് കത്തിച്ച് ആ ദേവാലയങ്ങൾ പൂർണ്ണമായും ചാമ്പലാക്കുന്ന സാഹചര്യം ഞങ്ങളതെല്ലാം നേരിട്ട് കാണാനിടയായി. കോട്ടയത്ത് നടന്ന മുഖാമുഖം 1 മണിക്കൂറോളം നീണ്ടു. റിട്ടയർഡ് ഉദ്യോഗസ്ഥരും വിദ്യാഭ്യാസ പ്രവർത്തകരും കർഷകരും പ്രവാസികളും വ്യാപാരികളും ബ്ലോഗർമാരും ആരോഗ്യരംഗത്തെ പ്രവർത്തകരുമടക്കം ചോദ്യകർത്താക്കളായി എത്തിയിരുന്നു. കൈരളി ന്യൂസ്, കോട്ടയം.